PSC ഡയറക്ഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്ററായ സമ്പദ്ശാസ്ത്ര ചിന്തകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം PSC പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക ശാസ്ത്രം. SCERT-യുമായി ബന്ധപ്പെട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ന് 8ാം ക്ലാസ്സിലെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നതെന്ന്. ആദ്യമായി ഉൽപ്പാദനം എന്ന പ്രക്രിയ എന്താണെന്ന് നോക്കാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനമെന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്, ഉപഭോഗം അഥവാ കൺസംഷൻ. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1723 മുതൽ 1790 വരെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് അഥവാ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അദ്ദേഹമായിട്ട് ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം ആഡം സ്മിത്താണ് എഴുതിയിരിക്കുന്നത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആഡം സ്മിത്താണ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആഡം സ്മിത്ത്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്താണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ്, ആഡം സ്മിത്തിൻ്റെ സിദ്ധാന്തമാണ് ലേസസ് ഫെയർ സിദ്ധാന്തം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രതിപാദിക്കുന്ന ആഡം സ്മിത്തിൻ്റെ സിദ്ധാന്തമാണ് ലേസസ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആഡം സ്മിത്തിനെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം, ലേസസ് ഫെയർ സിദ്ധാന്തം എന്നിവയെല്ലാം ആഡം സ്മിത്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാറൽ മാർക്സ്. കാൾ മാർക്സിനെ കുറിച്ച് നമ്മൾ നിരവധി കാര്യങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. മൂലധനം എന്ന കൃതി രചിച്ചിരിക്കുന്നത് കാൾ മാർക്സാണ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു കാൾ മാർക്സിൻ്റെ സ്വപ്നം. അതുപോലെ മിച്ചമൂല്യം എന്നൊരു പോയിൻ്റ് കൂടെ അദ്ദേഹമായിട്ട് ഓർത്തിരിക്കണം. ഉൽപ്പാദനത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ചമൂല്യം എന്നാണ്, അഥവാ സർപ്ലസ് വാല്യൂ. മിച്ചമൂല്യം എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് കാൾ മാർക്സുമായിട്ടാണ്. അതുപോലെ മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. മറ്റൊരു വ്യക്തിയാണ് ലയണൽ റോബിൻസ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിൻ്റാണ് വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്.
മറ്റൊരു വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹം ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. ഇപ്പം നമ്മൾ ഒരു 4-5 പേരെക്കുറിച്ച് ഇവിടെ പഠിച്ചു. ഒന്ന് ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, അതുപോലെ പോൾ എ സാമുവൽസൺ. ഇത്രയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്, പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം രചിച്ചിരിക്കുന്നത് ചാണക്യനാണ്. നമുക്കറിയാം, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ചാണക്യൻ. ഇനി നമുക്ക് വളരെ പരിചിതനായ മറ്റൊരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം രമേശ് ചന്ദ്ര ദത്ത് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ദത്ത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇനി ഗാന്ധിജിയുടെ ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിജിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ മറ്റൊരു വ്യക്തി ഇദ്ദേഹമായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. 1909 ഈ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക ശാസ്ത്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആദ്യം പുറപ്പെടുവിച്ചു തുടങ്ങിയത്. ഹിന്ദ് സ്വരാജ് എന്നുള്ള പുസ്തകം 1909 ഓർത്തു വയ്ക്കുക. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ ആശയത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖരായ മറ്റു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരം പാൽ എന്നിവർ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം എന്ന് പറഞ്ഞ വ്യക്തികളാണ് JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരം പാൽ എന്നീ വ്യക്തികൾ. ഇനി മറ്റൊരു പ്രധാന വ്യക്തിയാണ് അമർത്യ സെൻ. 1998 സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് അമർത്യ സെൻ. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഓർത്തു വയ്ക്കുക, 1998. അമർത്യ സെൻ തൻ്റെ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിയ വിഷയങ്ങളാണ് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവ. 1998 അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇത്രയുമാണ് 8ാം ക്ലാസ്സിലെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗുലർ പ്ലൂരൽ എന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു 20 സിംഗുലർ പ്ലൂരലാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം, പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പഠിക്കണം. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മീഡിയം. മീഡിയം എന്നതിൻ്റെ പ്ലൂരലാണ് മീഡിയ. ഓക്കെ, മീഡിയ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ അതൊരു പ്ലൂരൽ വേർഡാണ് മീഡിയ. മീഡിയയുടെ സിംഗുലറാണ് മീഡിയം. ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ പ്ലൂരലാണ് ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ NUCLEI. NUCLEI. അപ്പോൾ ന്യൂക്ലിയൈ എന്നതിൻ്റെ സിംഗുലറാണ് ന്യൂക്ലിയസ്. ക്രൈസിസ്, അതിൻ്റെ പ്ലൂരലാണ് ക്രൈസസ്. അപ്പോൾ IS വരുന്നതിൻ്റെയൊക്കെ ഏകദേശം വേർഡിൻ്റെയൊക്കെ പ്ലൂറൽ എടുക്കുമ്പോൾ അത് ES ആയിട്ട് മാറും. അപ്പോൾ ക്രൈസിസ്, ക്രൈസസ്, തെസിസ്, തെസസ്. ഓക്കെ, അത് കഴിഞ്ഞ ഉദാഹരണങ്ങളാണ്. ലൗസ്. ലൗസ് എന്നതിൻ്റെ പ്ലൂരലാണ് ലൈസ്. ഓക്കെ, അപ്പോൾ ലൗസ് അതിൻ്റെ പ്ലൂരൽ ലൈസ്. എറാഡം, അതിൻ്റെ പ്ലൂരലാണ് എറാറ്റ. അപ്പോൾ എറാഡം പ്ലൂരൽ എറാറ്റ. ഗൂസ് എന്നതിൻ്റെ പ്ലൂരലാണ് ഗീസ്. ഗൂസിൻ്റെ പ്ലൂരലാണ് ഗീസ്. മൗസിൻ്റെ പ്ലൂരലാണ് മൈസ്. മൗസ് പ്ലൂരൽ മൈസ്. ഓക്സിൻ്റെ പ്ലൂരലാണ് ഓക്സൺ. ഓക്സ്, ഓക്സൺ. ഫംഗസിൻ്റെ പ്ലൂരലാണ് ഫംഗി. അപ്പോൾ ഫംഗി എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നല്ല, അത് പ്ലൂരലാണ്. ഫംഗസ് സിംഗുലർ, ഫംഗി പ്ലൂരൽ. ഡാറ്റം എന്നതിൻ്റെ പ്ലൂരലാണ് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഡാറ്റ തന്നെ പ്ലൂരലാണ്. അപ്പോൾ ഡാറ്റം പ്ലൂരൽ ഡാറ്റ. ക്രൈറ്റീരിയൻ എന്നതിൻ്റെ പ്ലൂരലാണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ. ബേസിസ് എന്നതിൻ്റെ ബേസസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, IS വന്നാൽ ES ആയിട്ട് മാറും. ബേസിസ്, ബേസസ്. ആക്സിസ്, ആക്സസ്. ഓക്കെ, അപ്പോൾ IS ES എന്ന ഒരു ടിപ്പ് നമ്മൾ ഓർത്ത് വെച്ചാൽ ഏറെക്കുറെ എല്ലാ വേർഡും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ജനസ്. ജനസ് എന്നതിൻ്റെ പ്ലൂറലാണ് ജനോറ. ജനസ്, ജനോറ. ഇതൊക്കെ ഇപ്പോൾ പഠിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ പഠിക്കുക. ക്രൈസിസ്, ക്രൈസസ്. ന്യൂക്ലിയസ്, ന്യൂക്ലിയൈ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും. ഇനി Fൽ അവസാനിക്കുന്നത്, ഏകദേശം എല്ലാ വേർഡും Fൽ അവസാനിക്കുന്നതൊക്കെ VESലായിരിക്കും പ്ലൂറൽ ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ലീഫ്, അതിൻ്റെ പ്ലൂറലാണ് ലീവ്സ്. ലീവ്സ് എന്ന ഓപ്ഷനിൽ ഉണ്ടാവും, അതുകൊണ്ട് ഈ കറുപ്പിക്കരുത്. ലീവ്സ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഹാഫിൻ്റെ പ്ലൂറലാണ് ഹാവ്സ്. ലോഫ്, ലോവ്സ്. കാഫ്, കാവ്സ്. വൈഫ്, വൈവ്സ്. ഓക്കെ. തീഫ്, തീവ്സ്. വോൾഫ്, വോൾവ്സ്. അപ്പോൾ Fൽ അവസാനിക്കുന്നതൊക്കെ VESലായിരിക്കും പ്ലൂറൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2 പോയിന്റ് പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, ISൽ അവസാനിക്കുന്നത് പ്ലൂറൽ ആകുമ്പോൾ ES ആയിരിക്കും ഏകദേശം ഉണ്ടാവുക. Fൽ അവസാനിക്കുമ്പോൾ പ്ലൂറൽ എടുത്തു കഴിഞ്ഞാൽ VESലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 7 Fകൾ, 7 വേർഡുകളും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡർ ആണ്. ജെൻഡർ എന്ന ടോപ്പിക്, അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാവും. ഓക്കെ, അതിൽ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട 20 ജെൻഡർ വേർഡ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ആദ്യമായി ഹോസ്റ്റ്. ഹോസ്റ്റ് എന്നതിൻ്റെ മസ്കുലിൻ, ഫെമിനിൻ. ഓക്കെ, ഹോസ്റ്റ് എന്നത് പുല്ലിംഗമാണ്, അതിൻ്റെ ഫെമിനിൻ വേർഡാണ് ഹോസ്റ്റസ്. ഹോസ്റ്റ്, ഹോസ്റ്റസ്. മാസ്റ്റർ, നമ്മൾ കേട്ടത് ഒരുപാട് പരിചയമുള്ള വേർഡാണ്. മാസ്റ്റർ എന്താണ്? മിസ്ട്രസ് ആണ്. മാസ്റ്റർ, മിസ്ട്രസ്. നെഫ്യൂ, നീസ്. ധാരാളം പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെഫ്യൂ, നീസ്. നീസിൻ്റെ പുല്ലിംഗമാണ്, മസ്കുലിനാണ് സാധാരണ ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പോൾ നെഫ്യൂ, നീസ്.
പോയറ്റ്, പോയറ്റസ്, പോയട്രസ് എന്നൊക്കെ ഉണ്ടാവും, അതൊന്നും കൊണ്ടുപോയി കറുപ്പിക്കരുത്. പോയറ്റ്, പോയറ്റസ്. പ്രിൻസ് ഫെമിനിൻ ആണ്, പ്രിൻസസ്. വിസാർഡ്, വിച്ച്, വിസാർഡ് നമ്മൾ മാന്ത്രിക എന്ന് പറയില്ലേ, അപ്പോൾ മാന്ത്രിക എന്നതിന് പറയുന്നത് വിച്ച് എന്നാണ്. അങ്കിൾ, ആണ്ട്, അത് നമുക്കറിയാലോ. മങ്ക്, നണ്ണ്, അപ്പം മങ്ക് എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് നണ്ണ്. ലോർഡ്, ലേഡി, അപ്പോൾ ലേഡി എന്നതിൻ്റെ മസ്കുലിൻ ജെൻസ് ഒന്നുമല്ല, അല്ലെങ്കിൽ ബോയ് ഒന്നുമല്ല. ലേഡി എന്നതിൻ്റെ മസ്കുലിൻ ലോർഡാണ് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. എംപറർ, എംപ്രസ്, എംപറർ, എംപ്രസ്. ഹീറോ, ഹീറോയിൻ, ധാരാളം നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഹെയർ, ഹെയറസ്. ഡ്യൂക്ക്, നാടുവാഴി എന്നൊക്കെ അർത്ഥം വരുന്ന ഡ്യൂക്ക്. ഡച്ചസ്, ഡച്ചസ് ആണ് ഡ്യൂക്കിൻ്റെ ഫെമിനിൻ. ലാഡ്, ലാസ്. അപ്പോൾ ഈ ലാഡ് എന്ന് കാണുമ്പോൾ അതിൻ്റെ ഫെമിനിൻ ലേഡി ആണ് എന്ന് നമുക്ക് മനസ്സിൽ വരും, അപ്പോൾ അത് തെറ്റാൻ പാടില്ല. ലാഡ്, ലാസ്. ദെൻ ലോഡ്, ലേഡി. ഓക്കെ, ലേഡി വരുന്നത് ലോഡിനാണ്. ബ്രൈഡ് ഗ്രൂം, നമ്മളെ വരൻ അല്ലേ, ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. ഓക്കെ. ബാച്ചിലർ, ധാരാളം പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ് ബാച്ചിലർ. അതിൻ്റെ ഫെമിനിൻ വേർഡാണ് സ്പിൻസ്റ്റർ. ബാച്ചിലർ, സ്പിൻസ്റ്റർ. ഓക്കെ. അത് തന്നെ ലേഡിക്കും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതായത് ലേഡിയുടെ പുല്ലിംഗമാണ് എഴുതാൻ പറഞ്ഞത്, മസ്കുലിനാണ് എഴുതാൻ പറഞ്ഞത്. ഓപ്ഷനിൽ വേറെ നമ്മുടെ ഒരു ആണുങ്ങളുമായി സൂചിപ്പിക്കുന്ന വേറൊരു ടേമും ഉണ്ടായിരുന്നില്ല, ഒക്കെ വേറെ എന്തൊക്കെയോ വേർഡ്സാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ബാച്ചിലർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ബാച്ചിലർ, സ്പിൻസ്റ്റർ, ബാച്ചിലർ, ലേഡി രണ്ടും പഠിച്ചു വെക്കുക. ഓദർ, ഓദറസ്, ഓദർ, ഓദറസ്. ഓദറിൻ്റെ അതേ സ്പെല്ലിങ് ഒന്നും കൂടെ എഴുതുക, ഒരു ESS ചേർക്കുക, ഓദറസ്. ആക്ടർ, ആക്ട്രസ് പിന്നെ നമുക്കറിയാം. ട്രെയ്റ്റർ, ട്രെയ്റ്റർ എന്നതിൻ്റെ ഫെമിനിൻ വേർഡാണ് ട്രെയ്ട്രസ്, ട്രെയ്റ്റർ, ട്രെയ്ട്രസ്. ഹണ്ടർ, ഹൺട്രസ്. ഓക്കെ. അപ്പോൾ ഇത്രയും ജെൻഡർ വേർഡ്സും കൂടെ നമ്മൾ പഠിച്ചു വെക്കാം. ഇത് പഠിക്കാനുള്ള ഒരേ ഒരു മാർഗം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നതാണ്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് മസ്കുലിൻ ആയിരിക്കും പഠിക്കുക, അതായത് വിസാർഡ്, വിച്ച് അങ്ങനെ പഠിച്ചു പോവും. നേരെ തിരിച്ചും പഠിക്കുക, വിച്ച്, വിസാർഡ് അങ്ങനെയും കൂടെ പഠിക്കുക. ഓക്കെ.